വിറ്റ്നസിലേക്ക് സ്വാഗതം. കനകം മൂലം കാമിനി മൂലം എന്ന ചൊല്ലിന് കാലമേറെ കഴിഞ്ഞിട്ട് മാറ്റമില്ല. പണം തട്ടിപ്പിന്റെ വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല. എങ്ങനെയും പണം സമ്പാദിക്കുക, പെട്ടെന്ന് ധനികനാവുക, അതിനുവേണ്ടി ആരെയും കൊന്നു തള്ളാൻ പോലും പുതിയ തലമുറയിലെ ഒരു വിഭാഗം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അർഹിക്കുന്നതിലുമധികം ലഭിക്കുന്നതോടെ സ്വഭാവം മാറും. സഹജീവികളോട് മാത്രമല്ല, ജീവിത പങ്കാളിയോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് നാം മറക്കുന്നു. നാം കാത്തുസൂക്ഷിച്ച ധാർമ്മികത എവിടെയോ കൈമോശം വന്നിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? വിറ്റ്നസിലേക്ക്. കൊലയാളികളുടെ അതിബുദ്ധി അവരെ തന്നെ കുടുക്കിയ സംഭവങ്ങളുണ്ട്. അവശേഷിപ്പിച്ചു പോന്ന തെളിവുകളും കുറ്റവാളികളുടെ പിഴവുകളും കൂട്ടിയോജിപ്പിച്ചാൽ ഒരു നല്ല അന്വേഷകന് സത്യത്തിലേക്ക് എത്താം. ഇതിന് ഉദാഹരണമാണ് തൃശൂരിലെ ജ്വല്ലറി ഉടമ തമ്പിയുടെ കൊലപാതകം. നാഗമാണിക്യമെന്ന സാങ്കല്പിക രത്നത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. ആരും കണ്ടിട്ടില്ലാത്ത നാഗമാണിക്യത്തിന്റെ പേരിൽ കേരളത്തിൽ ഒട്ടേറെ പേരുടെ ചോര ചിന്തി. ഇൻവെസ്റ്റിഗേഷൻ. പൊതുവെ ശാന്തമാണ് ചന്ദ്രാന്നിപ്പള്ളി പ്രദേശം. ഇവിടെ ദേശീയപാതയ്ക്ക് സമീപത്തായി ഒരു അടച്ചുപൂട്ടിയ തിയേറ്ററുണ്ട്. സമീപത്തായി കാലഹരണപ്പെട്ട ഒരു അമ്പലത്തിന്റെ ഓർമ്മയായി ഒരു കുളവും. പ്രദേശം ശാന്തമാണെങ്കിലും കാടുപിടിച്ചു കിടക്കുന്ന കുളത്തിന് സമീപത്തും തിയേറ്ററിനരികിലും ദുരൂഹത തളം കെട്ടി നിൽക്കുന്നു. ഏപ്രിൽ 29 പുലർച്ചെ സമീപവാസികളിൽ ഒരാൾ മീൻ പിടിക്കാനായി ചൂണ്ടയുമായി കുളക്കരയിലെത്തുന്നു. വെളിച്ചം വീണു തുടങ്ങുന്നതേയുള്ളൂ. കുളത്തിലേക്കിട്ട ചൂണ്ടയ്ക്ക് സമീപത്തായി മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു വസ്തു ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ 2 കാൽപാദങ്ങൾ. ഈ തൊട്ട വീട്ടിലെ അപ്പുറത്തുള്ള പയ്യനാണ്. രാവിലെ അവൻ ജോലിക്ക് പോകുന്ന ആളാണ്. ജോലിക്ക് പോകുന്നതിലേക്ക് മുമ്പായിട്ട് വെറുതെ ഇങ്ങനെ നല്ലോണം മീനുള്ള കൊള്ളണത്. അപ്പോൾ രാവിലെ തന്നെ കുളത്തിൽ മീൻ പിടിക്കാനായിട്ട് ആ കിഴക്കെ കരക്കി ഇരുന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വെളുത്തൊരു കണ്ടിട്ട് ഇവർ ചൂണ്ടയിട്ടുങ്ങായിട്ട് ഒച്ചെടുത്ത് ഓടി പുറത്ത് യൂഹെന്നും പറയുന്ന പോലെ വിളിച്ചിട്ട് പെട്ടെന്നാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോഴേക്കും ഈ അവരെ വീട്ടിൽ തന്നെ കോളനിയിലുള്ള ആൾക്കാർ തന്നെയാണ്. കോളനിയിലുള്ള ഒരു വന്ന് സോമൻ എന്ന് പറഞ്ഞ ആൾ വന്നും കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഈ വാർഡിൻ്റെ 10 നമ്പർ വാർഡിൻ്റെ. അയാൾ വിളിച്ച് പറഞ്ഞു ഇവരെ. അയാളോട് തന്നെ വന്ന് ഇവിടെ നോക്കി അപ്പം തന്നെ ഇൻഫർമേഷൻ ചെയ്ത് പോലീസിന് ഇൻഫർമേഷൻ ചെയ്തു. അപ്പോൾ പോലീസ് ഒരു 8-8:30 മണിയാകുമ്പോഴേക്കും ഇവിടെ പോലീസ് വന്നു. ശാന്തമായിരുന്ന പ്രദേശം നിമിഷ നേരം കൊണ്ട് ജനനിബിഡമായി. വിശ്വസിക്കാനാകാതെ ജനം കാത്തുനിന്നു. ആരും കുളത്തിലേക്ക് അടുക്കുന്നില്ല. ആരോ പോലീസിനെ വിവരമറിയിച്ചു. പോലീസെത്തി കുളത്തിലുള്ളത് ഒരാളുടെ ജഡമാണെന്ന് സ്ഥിരീകരിച്ചു. ആരും കുളത്തിലിറങ്ങാൻ തയ്യാറാകുന്നില്ല. പുറം നാട്ടുകാരായ 2 പേരുടെ സഹായത്തോടെ പോലീസ് ജഡം കരയ്ക്കടിപ്പിച്ചു. ആ ഭീകര കാഴ്ച കണ്ട് ജനം ഞെട്ടിത്തിരിച്ചു. ഒപ്പം പോലീസും. എടുക്കാൻ ആളോട് പറയുമ്പോൾ ആരും അങ്ങനെ തയ്യാറാവുന്നില്ല അത് ഇറങ്ങാനായിട്ട് പേടിച്ചിട്ട്. അങ്ങനെ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള 2 ആൾക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ ഉള്ള 2-3 ആൾക്കാർ കൂടി ഒരാൾ തോട്ടിങ്ങനെ കമ്പി കൊളത്തിട്ടിട്ട് കാൽമ കെട്ടുണ്ടായിരുന്നു. കാൽമ കെട്ടുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ച് കരക്കി കയറ്റി അവിടെ ഇട്ടു. ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ തോലൊക്കെ പോയി, മുടിയൊക്കെ കൊഴിഞ്ഞു. മുടിയൊന്നുമില്ല, പുരികം മാത്രമേ ഉള്ളൂ. പുരികമൊക്കെ കൊഴിഞ്ഞു പോയി. ഇവിടെ കുറച്ച് താടിയുടെ രോമം മാത്രമേ ഉള്ളൂ. ആളെ കണ്ടാലും തിരിച്ചറിയില്ല. പിന്നെ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ചെവിടി കാതുണ്ടല്ലോ നമ്മളെ 2 ചെറിയൊരു മാംസ കഷ്ണം 2 കാലിലൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ വീട്ടുകാരാണ് അവർ തിരിച്ചറിഞ്ഞത്. അല്ല തിരിച്ചറിയില്ല ബോഡി. കൈകാലുകൾ വരിഞ്ഞു കെട്ടിയ നിലയിൽ ഒരു പുരുഷന്റെ ജഡം. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹം അഴുകിത്തുടങ്ങിയിരുന്നു. പ്രാഥമിക നടപടികൾക്ക് ശേഷം
പോലീസ് ജഡം തിരിച്ചറിയാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടയിൽ വള്ളിവട്ടം സ്വദേശി തമ്പിയുടേതാണ് ജഡമെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പിന്നീട് ദുരൂഹതയുടെ നാളുകളായിരുന്നു. ജഡം തിരിച്ചറിയാൻ തന്നെ മണിക്കൂറുകളെടുത്തു. ജഡം തിരിച്ചറിഞ്ഞിട്ടും ഇതിന് പിന്നിൽ ആരാണെന്നറിയാൻ 3 ദിവസം എടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ വലയിലാകുന്നത്. പ്രതികൾ തമ്പിക്ക് അയച്ച ഒരു മെസ്സേജിന്റെ തുമ്പിൽ നിന്നാണ് പോലീസ് അന്വേഷണം നടത്തി ഒടുക്കം പ്രതികൾ പിടിയിലായത്. ജ്വല്ലറി ഉടമയായിരുന്ന തമ്പി കടം മൂലം ജ്വല്ലറി അടച്ചുപൂട്ടുകയായിരുന്നു. തമ്പിയുടെ സുഹൃത്തുക്കളെക്കുറിച്ചും കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ യാതൊരു തുമ്പും കിട്ടാതെ ദിവസങ്ങൾ കടന്നുപോയി. തമ്പിയുടെ സഹോദരൻ നൽകിയ ചില മൊഴികൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണം വെളിച്ചത്ത് കൊണ്ടുവന്നത് കൊലയാളികളായ തമ്പിയുടെ സുഹൃത്തുക്കളെ തന്നെയായിരുന്നു. കൊല നടന്ന് 3-ാം ദിവസം പോലീസ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. രാജേഷ് ഭായ് എന്ന രാജേഷ്, കാഞ്ഞിരംപറമ്പിൽ അനീഷ്, ചെറുമുള്ളക്കാട്ട് മംഗളാനന്ദൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. പല ഗഡുക്കളായിട്ട് ഈ തമ്പി ഇവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. ഈ രാജേഷിൻ്റെ അടുത്തു നിന്നും അവരുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ വാങ്ങിച്ചിരുന്നു. അത് കൊടുക്കാൻ അതിന് അവർ പറഞ്ഞ മാതിരി നാഗമാണിക്കോ അല്ലെങ്കിൽ ഈ റൈസ് പുള്ളറോ കൊടുക്കാൻ അവന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടുകയും ഇനിയും പൈസ വേണം എന്ന് പറഞ്ഞ് ഇവന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ ഇത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഈ സംഭവം പറഞ്ഞ് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിങ്ങളുടെ നാട്ടിലെല്ലാം നിങ്ങളിതിൻ്റെ നാഗമാണിക്യം ബിസിനസ് നടത്തുന്നവരാണെന്നെല്ലാം പറഞ്ഞ് മോശക്കാരാക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നാഗമാണിക്യത്തിന്റെ ബിസിനസ് നടത്തിയ പേരിൽ തമ്പി പ്രതികൾക്ക് 28 ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ പലപ്പോഴും ഇവർ തമ്മിൽ തർക്കവും ഉടലെടുത്തിരുന്നു. സംഭവ ദിവസം പ്രതികൾ തമ്പിയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. പണം ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് രാജേഷിന്റെ വീട്ടിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തമ്പി ശ്രമിച്ചു. പക്ഷേ തമ്പിയെ രാജേഷും സംഘവും കാറിൽ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാറിൽ വെച്ച് മംഗളാനന്ദനും അനീഷും ചേർന്ന് തമ്പിയെ തോർത്തുകൊണ്ട് കഴുത്തുമുറുക്കി വകവരുത്തുകയായിരുന്നു. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള കൊടകരയിൽ വെച്ചാണ് പ്രതികൾ തമ്പിയെ വകവരുത്തിയത്.